ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. ഇന്ന് നമ്മൾ ബീർബഹൂട്ടിയിലെ അനുവർത്തി കാര്യം, അതായത് തുടർ പ്രവർത്തനങ്ങൾ അല്ലേ, പാഠഭാഗത്തിൽ നിന്നുള്ള തുടർ പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. മിലാൻ കരേ, മിലാൻ കരേ, അതാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള ആദ്യത്തെ അനുവർത്തി കാര്യം. മിലാൻ കരേ എന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് അല്ലേ. ഈ ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നതും രണ്ടാമത്തേത് കോളത്തിൽ തന്നിരിക്കുന്നതുമായിട്ട് ശരിയായത് എടുത്ത് മാച്ച് ചെയ്യുന്ന രീതിയിൽ എഴുതുക. സാഹിൽ കി ആംഖേം, സാഹിൽ കി ആംഖേം, പിന്നെ ചൽത്തി ബീർബഹുട്ടിയാം, സാഹിൽ കി അൻസു, സാഹിൽ കി ചോട്ട്, ഇതാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ചൽത്തി ഫിർത്തി ഗുൻ കി പ്യാരി പ്യാരി ബൂന്തേ, ബീർബഹൂട്ടി കി തരഹ് ലാൽ, ബീർബഹൂട്ടി കെ രംഗ്, ബാരിഷ് കി ബൂന്തേ. ഇനി സാഹിൽ കി ആംഖേം, സാഹിൽ കി ആംഖേം എന്തുമായിട്ടാണ് ഇരിക്കുന്നത്? ബീർബഹൂട്ടി കി തരഹ് ലാൽ അല്ലേ, സാഹിൽ കി ആംഖേം ബീർബഹൂട്ടി കി തരഹ് ലാൽ. ഇനി ചൽത്തി ബീർബഹൂട്ടിയാം, ചൽത്തി ബീർബഹൂട്ടിയാം, ചൽത്തി ഫിർത്തി ഗുൻ കി പ്യാരി പ്യാരി ബൂന്തേം. ചൽത്തി ബീർബഹൂട്ടിയാം എങ്ങനെയാണുള്ളത്? ചൽത്തി ഫിർത്തി ഗുൻ കി പ്യാരി പ്യാരി ബൂന്തേം. സാഹിൽ കെ ആൻസു, സാഹിൽ കെ ആൻസു, ബാരിഷ് കി ബൂന്തേം അല്ലേ, സാഹിൽ കി ആൻസു, സാഹിലിൻ്റെ കണ്ണുനീര്, ബാരിഷ് കി ബൂന്തേം മഴത്തുള്ളികൾ പോലെ അല്ലേ. സാഹിൽ കി ചോട്ട്, സാഹിൽ കി ചോട്ടോ ബീർബഹൂട്ടി കെ രംഗ്, ബീർബഹൂട്ടി കെ രംഗ് ആണ് സാഹിൽ കി ചോട്ട്, ബീർബഹൂട്ടി കെ രംഗ്. അങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത്. പ്രത്യേക की तुलना किसके साथ की गई है लिखे. പ്രത്യേക की तुलना അതായത് ഓരോന്നിനെയും തുലനം ചെയ്തിരിക്കുന്നത്, ഓരോന്നിനെയും സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. കിസ്കെ സാത്ത് എന്തിൻ്റെ കൂടെയാണ് അല്ലേ, ഓരോന്നിനെയും എന്തിൻ്റെ കൂടെയാണ്, ഏതിനോടാണ്, ഓരോന്നിനെയും ഏതിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ലിഖേ, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത അനുവർത്തി കാര്യം എന്ന് പറയുന്നത്. സാഹിൽ की आँखों की तुलना ബീർബഹൂട്ടി के रंग से की गई है അല്ലേ. സാഹിൽ की आँखों की तुलना, സാഹിലിൻ്റെ കണ്ണുകളുടെ തുലന, കണ്ണുകളെ എന്തുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? ബീർബഹൂട്ടി के रंग से അല്ലേ, ബീർബഹൂട്ടിയുടെ രംഗ്, ബീർബഹൂട്ടിയുടെ നിറത്തിനോട്, ബീർബഹൂട്ടിയുടെ കളറിനോടാണ് സാഹിൽ की आँखों, സാഹിലിൻ്റെ കണ്ണുകളെ താരതമ്യം ചെയ്തിരിക്കുന്നത്, സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. चलती ബീർബഹൂട്ടിയോं की तुलना चलती फिरती घून की प्यारी प्यारी बूंदों से की गई है. ചൽത്തി ബീർബഹൂട്ടിയോं की तुलना, ഇനിയോ ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ, ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്ന ബീർബഹൂട്ടികളുടെ അതിനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തോം അല്ലേ, ഗൂൻ കി അതായത് രക്തത്തിൻ്റെ വളരെ ഓമനയായിട്ടുള്ള അല്ലേ, പ്യാരി പ്യാരി എന്ന് വെച്ചാൽ ഓമനയായിട്ടുള്ള, ഗൂൻകി രക്തത്തിൻ്റെ തുള്ളികളോടാണ് ഈ ബീർബഹൂട്ടികളെ, ചൽത്തി ഫിർത്തി ബീർബഹൂട്ടികളെ സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. സാഹിൽ കി ആൻസു കി തുലന ബാരിഷ് കി ബൂന്തോം സേ കി ഗയി ഹെ. സാഹിൽ കി ആൻസു, ഇനി സാഹിലിൻ്റെ കണ്ണുനീരിനെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? ബാരിഷ് കി ബൂന്തോം സേ അല്ലേ, ബാരിഷ് കി ബൂന്തോം സേ അതായത് മഴത്തുള്ളികളോടാണ് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. സാഹിൽ കി ചോട്ട് കി തുലന, സാഹിൽ കി ചോട്ട് സാഹിലിൻ്റെ മുറിവ് അല്ലേ, സാഹിലിൻ്റെ മുറിവ്, സാഹിലുണ്ടായല്ലോ പിണ്ടലി എം ചോട്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സാഹിൽ കി ചോട്ട് കി തുലന, സാഹിലിൻ്റെ കാലിലുണ്ടായ മുറിവിനെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? ബീർബഹൂട്ടിക്ക് രംഗ് അല്ലേ, ബീർബഹൂട്ടിയുടെ അതേ നിറമാണ് സാഹിലിൻ്റെ കാലിലുണ്ടായ മുറിവിനും. അപ്പോൾ ബീർബഹൂട്ടിയുടെ നിറത്തിനോടാണ്, അല്ലെങ്കിൽ ബീർബഹൂട്ടിയുടെ കളറിനോടാണ് സാഹിലിൻ്റെ കാലിലുണ്ടായിരിക്കുന്ന മുറിവിനെ സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. കഹാനി കി ഘടനാവും കോ സൂചിബന്ദ് കരേം. കഹാനി കി ഘടനാവും അതായത് കഥയിലെ ഓരോ സംഭവങ്ങളെയും സൂചിബന്ദ് കരേം അല്ലേ, അതായത് നമ്മൾ ഒരു കഥയെ മുഴുവൻ ഇങ്ങനെ പോയിൻ്റേസ് ചെയ്തിട്ട് എഴുതാനാണ് അല്ലേ. ഈ ഓരോ പോയിൻ്റ് ആ കഥയിലെ ഓരോ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ലൈൻ ബൈ നമ്മൾ നോക്കുമ്പോൾ ആ കഥയിലെ ഓൾ പിക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് സൂചിബന്ദ് കരേം എന്ന് പറഞ്ഞിരിക്കുന്നത്. കഥയിലെ സംഭവങ്ങൾ പട്ടികപ്പെടുത്തുക. ശരി, നോക്കാം. ബേല ഓർ സാഹിൽ ബീർബഹൂട്ടിയോം കോ ഗോജ്തേ ഹെ. ബേലയും സാഹിലും ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നു അല്ലേ. ഈ കഥയുടെ തുടക്കത്തിൽ ഉള്ള ഒരു സംഭവമാണ്.
പെൻ മേം സ്യാഹി ഭർനെ ജാത്തെ ഹെ, പേനയിൽ മഷി നിറയ്ക്കാനായിട്ട് പോകുന്നു. ഗണിത് കെ മാസ്റ്റർ ക്ലാസ് ചലാത്തെ ഹെ, കണക്ക് മാസ്റ്റർ ക്ലാസ് നടത്തുന്നു, ക്ലാസ് എടുക്കുന്നു. ദീപാവലി കി ചുട്ടി മേം ബേല ഛത്ത് സെ ഗിർ ജാത്തി ഹെ, അങ്ങനെ ദീപാവലി അവധിക്ക് ബേല റൂഫിൽ നിന്ന് താഴെ വീഴുന്നു. സാഹിൽ കി പിണ്ടലി മേം കീൽ ലഗ് ജാത്തി ഹെ, സാഹിലിൻ്റെ വണ്ണക്കാലിലായിട്ട് ആണി അല്ലേ, കീൽ ആണി കയറുന്നു. ബേല ഓർ സാഹിൽ സർക്കാരി അസ്പതാൽ മേ മിൽ ജാത്തെ ഹെ, ബേല ഓർ സാഹിൽ സർക്കാരി അസ്പതാൽ മേ മിൽ ജാത്ത ഹെ, ബേലയും സാഹിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. ബേല ഓർ സാഹിൽ കി ആഖിരി മിലൻ അല്ലേ, ബേലയുടെയും സാഹിലിൻ്റെയും അവസാന കൂടിക്കാഴ്ച. ബേല ഓർ സാഹിൽ ക വിപരീത ദിശ കി ഓർ ജാന, ബേലയും സാഹിലും വിപരീത ദിശയിലേക്ക് അല്ലേ, ഒരാളൊരു വഴിക്ക് വേറൊരാൾ മറ്റേ വഴിക്ക് അല്ലേ, രണ്ടാളും വേറെ വേറെ ദിശകളിലേക്ക് അല്ലേ, വിപരീത ദിശയിലേക്ക് പോകുന്നു. അപ്പം ഈ ഇത്രയും പോയിന്റ് വെച്ചിട്ട് തന്നെയാണ് ആ മുഴുവൻ ചാപ്റ്ററിനെയും ഉൾക്കൊള്ളിച്ചിട്ടുകൊണ്ട് അതിലുള്ള എല്ലാ സംഭവങ്ങളെയും ആണ് ഇങ്ങനെ സൂചിബന്ധായിട്ട് കൊടുത്തിരിക്കുന്നത്. घटनाओं के आधार पर पटकथा तैयार करें. ഘട്ടനാവും കെ ആധാർ പർ, അതായത് സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തിരക്കഥ തയ്യാറാക്കുക. എന്താണ് തിരക്കഥ? എന്താണ് തിരക്കഥ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരക്കഥ അല്ലേ? സിനിമയിൽ തിരക്കഥ, സംഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് തിരക്കഥ എന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ആണ് നമ്മൾ ഈ ഒരു തിരക്കഥ ഘട്ടനാവും കെ ആധാർ പർ പട്കഥ എന്നാണ് തിരക്കഥയിൽ ഹിന്ദിയിൽ പറയുന്നത്. പട്കഥ എന്നാണ്. പട്കഥ എന്ന് വെച്ചാൽ തിരക്കഥ അല്ലേ. അപ്പോൾ എങ്ങനെ തിരക്കഥ തയ്യാറാക്കാം, എന്താണ് ഈ തിരക്കഥ എന്ന് നമുക്ക് ആദ്യം പഠിക്കണം. ഇതിന് അതെങ്ങനെ തയ്യാറാക്കാമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചലച്ചിത്രങ്ങൾ അതുപോലെ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കൊക്കെ പിന്നെ ഹ്രസ്വചിത്രങ്ങൾ അല്ലേ, ഇതൊക്കെ ഈ ദൃശ്യങ്ങളുടെയൊക്കെ എഴുതുന്ന ഒരു രേഖയാണ് അല്ലേ, എഴുതുന്ന രേഖകളെയാണ് തിരക്കഥ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ അങ്ങോട്ട് നടനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യല്ല അല്ലേ. അപ്പോൾ അതിന് ആദ്യമായിട്ടൊരു തിരക്കഥ തയ്യാറാക്കണം. അതിൻ്റെ പിന്നിൽ ഒരു എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ട്. പിന്നെയോ ഒരു ദൃശ്യത്തിൽ അടങ്ങിയിട്ടുള്ള സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, ശബ്ദം, അംഗചലനങ്ങൾ തുടങ്ങി അതിലെ അന്തർനാടക സ്വഭാവം വരെ തിരക്കഥയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ തിരക്കഥ എന്ന് പറഞ്ഞാൽ ചുമ്മാതൊന്നും അല്ല അല്ലേ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഏത് സ്ഥലമാണ്, ഏത് സമയത്താണ് ഈ കഥ നടക്കുന്നത്, പിന്നെ അതിലെ കഥാപാത്രങ്ങൾ, പിന്നെ അവരുടെ ശബ്ദം, പിന്നെ അവരുടെ ചലനങ്ങൾ, പിന്നെ അവരുടെ സ്വഭാവം, ഇതെല്ലാം ഈ തിരക്കഥയിൽ ഉണ്ടായിരിക്കണം. ഒരു തിരക്കഥ നിരവധി അംഗങ്ങളായിട്ട് സീൻസ് അല്ലേ, അതായത് ഒരു തിരക്കഥ എന്ന് വെച്ചാൽ ഒറ്റ സീനിൽ ഒറ്റ ഷോട്ടിലൊന്നും അല്ല എടുക്കുന്നതല്ലേ, അതിങ്ങനെ കട്ട് ചെയ്ത് കുറേ ഭാഗങ്ങളായിരിക്കും. അപ്പോൾ കുറേ നിരവധി അംഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കും. അംഗങ്ങളെ തിരചിത്രങ്ങളായി, അതായത് ഷോർട്ട് അല്ലേ വിഭജിച്ചിരിക്കും അല്ലേ. സീനുണ്ട്, പിന്നെ ഷോർട്ട് ഉണ്ട് അല്ലേ. സാധാരണയായി 2 കോളങ്ങളിലാണ് തിരക്കഥകളാണ് കാണപ്പെടുന്നത്. സാധാരണയായിട്ട് കാണുന്നത് 2 കോളങ്ങളിലുള്ള തിരക്കഥകളാണ് കാണുന്നത്. ഇനി നമുക്ക് ഈ തിരക്കഥ ഈ നമ്മുടെ വീർ ബഹൂട്ടി എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെ ഒരു പട്കഥ തയ്യാറാക്കാം എന്ന് നോക്കാം. ബേല ഓർ സാഹിൽ ബീർ ബഹൂട്ടിയോം കോ ഗോജ്തേ ഹെ, ബേലയും സാഹിലും ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നു അല്ലേ. അതാണ് നമ്മളിവിടെ പട്കഥയായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ സീൻ, ബേലയും സാഹിലും ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്ന സീനാണ് ഇവിടെ തിരക്കഥയായിട്ട് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് തിരക്കഥ എഴുതാൻ നോക്കാം. ഇവിടെ ഈ കോളം തന്നിട്ടുണ്ട്, ഇതാണ്ടോ ഇങ്ങനെയാണ് ഈ കോളം വരച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ബീർ ബഹൂട്ടി പ്രഭാത് അല്ലേ, അതിൻ്റെ റൈറ്റർ പ്രഭാതാണ് ബീർ ബഹൂട്ടി. ഇതിൻ്റെ ഈ വശത്തായിട്ട് ഇവിടെ സീൻ ഏക്ക് അല്ലേ, ഇത് ഒന്നാമത്തെ സീനാണ് അല്ലേ, സീൻ ഏക്ക്. പിന്നെ ഷോട്ട് 3 അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സീനിലെ 3ാമത്തെ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സീനിലെ 3ാമത്തെ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. ഇനി എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം.
സമയ് അല്ലേ, സമയ് 8:30 ബജെ അല്ലേ, സമയം. അപ്പോൾ സമയം കൊടുത്തിട്ടുണ്ട്, സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയ് 8:30 ബജെ, അതായത് 8:30 മണിയാണ് സമയം. പാത്ര ബേല ഓർ സാഹിൽ, ഇതിലെ കഥാപാത്രങ്ങൾ, അതായത് ഈ സീനിൽ ഈ ഷോട്ടിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലേ. പാത്ര ബേല ഓർ സാഹിൽ, ബേലയും സാഹിലും. बसते पीढ़ पर लदे भेला और साहिल गेत के किनारे ज़मीन पर बैठे हैं. गेत में लाल रंगों की बिरबहुटियाँ दिखाई दे रही है. അതായത് ആദ്യത്തെ ഈ ഷോട്ടിൽ ബസ്തെ പീട്ട് പർ ലദേ ബേല ഓർ സാഹിൽ അല്ലേ, അവരുടെ പുസ്തകം ബാഗ്, അവരുടെ തോളത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് സാഹിലും അതുപോലെ ബേലയും കൂടിയിട്ട് ഗേത്ത് കെ കിനാരെ, അതായത് പാടം, വയലിൻ്റെ ഓരത്തിരുന്നിട്ട് ജമീൻ പർ മണ്ണിലിരിക്കുകയാണ് അവർ. എന്നിട്ടോ ഗേത്തുമേം ലാൽ രംഗോം കി ബീർബഹുട്ടിയാം ദിക്കായി ദേ രഹി ഹെ, വയലിൽ ചുവന്ന നിറത്തിലുള്ള ബീർബഹൂട്ടികളെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉൻക ക്ലോസപ്പ് ഷോട്ടിൽ, അപ്പം ഇവിടെ ഷോട്ട് എങ്ങനെയാണ്, ക്ലോസപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് കുട്ടികളുടെ ഫേസ്, അതുപോലെ കുട്ടികൾ ഇരിക്കുന്നതും പിന്നെ ബീർബഹൂട്ടികളെ ഒക്കെ ക്ലോസപ്പിലാണ് എടുക്കുന്നത്. ബേല ഓർ സാഹിൽ ഉത്സുകതാപൂർവക് ഉനിയും ദേഖ് രഹേ ഹെ, ഈ സമയത്തൊക്കെ ഉത്സുകതാപൂർവകം എന്ന് വെച്ചാൽ വളരെ ആകാംക്ഷാഭരിതമായിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവരിത് ഈ ബീർബഹൂട്ടികളെ നോക്കുന്നത്. അപ്പോൾ അവരുടെ ഫേസിലുള്ള ആ ആകാംക്ഷ അതൊക്കെ കാണണമെങ്കിൽ ഭയങ്കര ക്ലോസപ്പിലാണ് ഈ ഷോട്ട് എടുക്കുന്നത്. ബേല ഉനിയും ചൂനീക്കോ ഹോത്തി ഹെ അല്ലേ, ബേല പതുക്കെ ഈ ബീർബഹൂട്ടികളെ തൊടാനായിട്ട് നോക്കുകയാണ്. അപ്പം നമ്മൾക്കതിനെ തുടർന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം കാണുന്നത്. രണ്ടുപേരിങ്ങനെ മുട്ടുകുത്തി മണ്ണിലിരുന്ന് ബീർബഹൂട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുഖത്തുള്ള ഭാവവും ആ ബീർബഹൂട്ടികൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതും ബാഗ് അവരുടെ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്നതും അല്ലേ, ഇതൊക്കെയാണ് ആ ഷോട്ടിൽ ഉള്ളത്. അത് ക്ലോസപ്പിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സാഹിൽ എന്താണ് പറയുന്നത്, ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൻ കെ ജൈസാ ലാൽ ഹേലെ. അപ്പം ഇവിടെ അവർക്കുള്ള ഒരു ഡയലോഗാണ്. അപ്പോൾ സാഹിലിന് അവിടുന്ന് പറയേണ്ടി വരികയാണ്, ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൻ കെ ജൈസാ ലാൽ ഹേലെ, അതായത് ബേലെ നിൻ്റെ തലമുടിയിലെ റിബൺ കെട്ടിയിട്ടില്ലേ, ആ റിബണിൻ്റെ കളറ് ഈ ബീർബഹൂട്ടിയുടെ കളറും നിൻ്റെ തലമുടിയിൽ കെട്ടിയിരിക്കുന്ന റിബണിൻ്റെ കളറും ഒന്ന് തന്നെയാണ് അല്ലേ, ചുവന്ന നിറമാണ് രണ്ടിനും അല്ലേ, അങ്ങനെ സാഹിൽ പറയുകയാണ്. അപ്പം ബേല അൻസുന കർക്കെ ബീർബഹൂട്ടി കോ ദേഖ് രഹി ഹെ, സ്കൂൾ കി പെഹലി ഗണ്ടി ബജതി ഹെ. ബേല അൻസുന കർക്കെ, അപ്പോൾ ബേല അതൊന്നും കേൾക്കാത്തത് പോലെ ബീർബഹൂട്ടി കോ ദേഖ് രഹി ഹെ, ബീർബഹൂട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കി പെഹലി ഗണ്ടി ബജതി ഹെ, അപ്പോഴേക്കും അവളത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സ്കൂളിലെ ആദ്യത്തെ ബെല്ല് അടിക്കുന്നു. വീണ്ടും സാഹിൽ, തുമ്നെ കുച്ച് സുന ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഇപ്പോൾ ബേല ഹാ സുന പെഹലി ഗണ്ടി ലഗ് ഗയി ഹെ, ആദ്യത്തെ ബെല്ലടിച്ചു സ്കൂളിൽ, ഞാൻ കേട്ടു അല്ലേ. അപ്പോൾ സാഹിൽ, ലേക്കിൻ മുझे പെൻമേം സ്യാഹി ബി ബർവാനി ഹെ ദുക്കാൻ സേ അല്ലേ. അപ്പോൾ സാഹിൽ പറഞ്ഞു, അയ്യോ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം അല്ലേ, എൻ്റെ പേനയിൽ മഷിയില്ല. ലേക്കിൻ മുझे പെൻമേം സ്യാഹി ബി ബർവാനി ഹെ ദുക്കാൻ സേ, പക്ഷേ ബെല്ലും അടിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യുക? दोनों उड़ते हैं, बेला ബീർബഹൂട്ടി को ही देखती रहती है. दोनों उड़ते हैं, രണ്ടുപേരും എഴുന്നേറ്റു. പക്ഷെ ബേല ബീർബഹൂട്ടി को ही देखती रहती है, ബീർബഹൂട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കട്ട്, അവിടെ ആ സീന് ആ ഷോട്ട് കട്ട് ചെയ്തു. അപ്പം അത്രയും എന്നുള്ളൂ. ഇനി അവിടെ നിന്ന് നടന്ന് സ്കൂളിലേക്ക് പോകുന്നതും പിന്നെ പേനയിൽ അല്ലെങ്കിൽ നടന്നു പോകുന്നത് കാണിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സീനിൽ എവിടെയായിരിക്കും, രണ്ടുപേരും പേനയിൽ മഷി നിറയ്ക്കണം എന്നാണ് പറഞ്ഞാൽ. അപ്പോൾ പേനയിൽ മഷി നിറയ്ക്കാൻ കടയിൽ ചെന്നിട്ടുള്ള കടക്കാരനുമായിട്ടുള്ള ഷോട്ടായിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ ഈ ഷോട്ട് കട്ടാണ്. അപ്പോൾ ഇതാണ് തിരക്കഥയുടെ ചെറിയൊരു ഭാഗം. ഇങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്. ടിപ്പണി ലേഖൻ, എന്താണ് ടിപ്പണി ലേഖൻ നോക്കാം. അതായത് അപ്പനി കിസി ദോസ്തി കി യാദ് പർ ടിപ്പണി ലിഖേ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഓർമ്മിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് ടിപ്പണി, ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
അപ്പം യാഥേം മർത്തി നഹി എന്ന പേരിൽ ഒരു പാരഗ്രാഫ് ഇവിടെ എഴുതുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് അല്ലേ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ആലോചിച്ചുകൊണ്ട് അല്ലേ ഒരുപാട് കാലം നമ്മുടെ കൂടെ പഴകിയ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഓർമ്മകൾ ഓർത്തുകൊണ്ട് ഒരു പാരഗ്രാഫാണ് ഇവിടെ എഴുതുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അതിന് ഒരു ഹെഡിങ് യാദേ മർത്തി നഹിയിലെ എന്താണ് ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല, ഓർമ്മകൾ മരിക്കുന്നില്ല, യാദേ മർത്തി നഹി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൽ നമ്മൾ ടിപ്പണി എഴുതുന്നത് നോക്കാം. ബച്പൻ മേം മേരാ ധിലി മിത്ര ധാ രാഗേഷ് അല്ലേ, കുട്ടിക്കാലത്ത് എൻ്റെ ധിലി മിത്ര അല്ലേ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു രാഗേഷ്. രാഗേഷ് കെ മാ ബാപ്പ് ഗരീബ് ഥേ അല്ലേ, രാഗേഷിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വളരെ പാവപ്പെട്ടവരായിരുന്നു അല്ലേ, ഒരു പുവർ ഫാമിലിയാണ്. ഹം സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ തേ, രാഗേഷും ഞാനും എപ്പോഴും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സബേരെ 9 ബജെ ഘർ സേ നികൽത്തേ തേ, ഞങ്ങൾ എന്നും രാവിലെ 9 മണിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. സ്കൂൾ പാസ് ഹി ദാ, സ്കൂള് വളരെ അടുത്തായിരുന്നു. പൈതൽ ഹി ചൽക്കർ ജാത്തേതയിലെ, ഞങ്ങൾ പൈതൽ ഹി എങ്ങനെയാണ് പോകുന്നത്, കാൽനടയായിട്ടല്ലേ നടന്നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ക്ലാസ് മേം പാസ് പാസ് ബൈഠത്തേതേ, ഇനിയോ സ്കൂളിൽ ചെന്നാലോ ക്ലാസ്സിൽ ഞങ്ങൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. പാഠ് ബി അച്ചി തരഹ് പഠിത്തേ ഹേലേ, ഞങ്ങൾ പാഠവും വളരെ നന്നായിട്ട് പഠിക്കും. ഹമേം ക്ലാസ് മേം അക്സർ പ്രഥം ആത്തേതേലെ, ഞങ്ങൾ ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമത് വരുന്നതും ഞങ്ങൾ തന്നെയാണ്. शाम को हम साथ साथ खेलने भी जाते थे, ഇനി ഈവനിങ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാലോ വൈകുന്നേരം ഞങ്ങൾ സാത്ത് സാത്ത് ഖേൽനെ ബി ജാത്തേ थे, കളിക്കാൻ പോകുന്നതും ഒരുമിച്ചാണ്. ഖേൽനെ കെ ബാദ് വഹ് ബി മേരെ ഘർ ആത്താ ഥാ അല്ലേ, കളിച്ചതിന് ശേഷം വഹ്, ആരാണ് ഈ വഹ്, രാഗേഷിൽ എൻ്റെ വീട്ടിലേക്ക് വരും. മാ ഹം ദോനോം കോ ചായ് പിലാത്തി ദി, അമ്മ ഞങ്ങൾ 2 പേർക്കും ചായ തരും. മാ ഉസേ ഖാനെ കെ ലിയെ ബി കുച്ച് ദേത്തി ദി, ചായ മാത്രമല്ല അമ്മ കഴിക്കാനും എന്തെങ്കിലുമൊക്കെ രാഗേഷിന് കൊടുക്കും. ഏക് ദിൻ ഹം സ്കൂൾ സേ ലൗട്ട് രഹേ ഥേ, അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഏക് ബൈസൈക്കിൾ മുജ്സെ ടക്കരാ ഗയാലെ, ഒരു സൈക്കിൾ വന്നിട്ട് എന്നെ ഇടിച്ചു. മേരെ പാവ് മേം ചോട്ട് ലഗി, എൻ്റെ കാലിൽ മുറിവുണ്ടായി. രാഗേഷ് മുജെ അസ്പതാൽ ലേ ഗയാലെ, എന്നെ ആരാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, രാഗേഷാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 2 ദിൻ അസ്പതാൽ മേം രഹനാ പട, 2 ദിവസം ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. രാഗേഷ് ബി മേരെ സാത്ത് അസ്പതാൽ മേ രഹ അല്ലേ, പാവം രാഗേഷും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നു അല്ലേ. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഇവിടെ ഒരു ടിപ്പണി തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാദേ മർത്തി നഹി എന്ന ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു പാരഗ്രാഫാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടിപ്പണി ലേഖൻ അല്ലേ, ടിപ്പണി ലേഖൻ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് റൈറ്റിംഗ് അങ്ങതാണ് പറയുന്നത്. പത്രലേഖൻ അല്ലേ, പത്രലേഖൻ നമ്മൾ ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ പത്രലേഖനൊക്കെ പ്രോക്തിയിൽ വരുന്നതാണ് അല്ലേ, പ്രോക്തി രചനയിൽ വരുന്നതാണ്. പത്രലേഖൻ, വാർത്താലാപ് ലേഖൻ, ഡയറി ലേഖൻ, ടിപ്പണി ലേഖൻ, ഇങ്ങനെയുള്ളതൊക്കെ ഓരോ പ്രോക്തികളാണ്, ഭാഷയുടെ ഓരോ രൂപങ്ങൾ, ഓരോ രചനകൾ അല്ലേ. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതുന്നത് എന്ന് നോക്കാം. मान ले सुरेंद्र मास्टर के क्लास में हुई घटना का वर्णन करते हुए बेला ने अपनी सहेली के नाम पत्र लिखा, वह पत्र कल्पना करके लिखे. ഇനി എന്ത് ലെറ്റർ, എങ്ങനെയുള്ളത്, ആർക്ക് എഴുതുന്ന ലെറ്റർ എന്ന് നോക്കാം. അതായത് സുരേന്ദർ മാസ്റ്ററിൻ്റെ ക്ലാസ്സിന് ശേഷം, ക്ലാസ്സിലുണ്ടായ ആ സംഭവത്തിന് ശേഷം അതിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ബേല തൻ്റെ കൂട്ടുകാരിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ കൽപ്പനയിലൂടെ അല്ലേ, നമ്മളത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വയം എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇനി ആ ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പം ആ ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഫുലേര താരിഖ് അല്ലേ, സ്ഥലത്തിൻ്റെ പേര്, പ്ലേസും ഡേറ്റും എഴുതണം. അപ്പോൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഈ വശത്ത് നമ്മൾ പ്ലേസും ഡേറ്റും എഴുതണം. ഫുലേര താരിഖ്, അപ്പോൾ ഫുലേര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്, താരിഖ് ഇവിടെ നമ്മൾ ഡേറ്റും എഴുതുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഈ വശത്തായിട്ട് പ്രിയ മീര അല്ലേ, അതായത് നമ്മൾ ആർക്കാണോ എഴുതുന്നത്, അപ്പോൾ പ്രിയ സഹോദരി അല്ലെങ്കിൽ പ്രിയ സഹോദരൻ അല്ലെങ്കിൽ പ്രിയ അമ്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിനാണ്, അപ്പോൾ പ്രിയ മീര അല്ലേ, മീര എന്നാണ് ആ കുട്ടിയുടെ പേര്, അതുകൊണ്ട്
പ്രിയ മീര എന്ന് എഴുതിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് ആദ്യം തന്നെ അയ്യോ എന്നെ മാസ്റ്റർ എന്നെ അടിച്ചു, എനിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയി, സാഹിലിൻ്റെ മുന്നിൽ ഇങ്ങനെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഒരു ലെറ്റർ തുടങ്ങുമ്പോൾ അതിന് കുറച്ച് കുറച്ച് രീതികൾ. ഇപ്പം നമ്മളിവിടെ പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതി, എന്നിട്ട് പ്രിയ മീര എന്ന് സംബോധന ചെയ്തു, സംബോധന എഴുതി. അതിനുശേഷം നമ്മളിവിടെ അവരെങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യം അന്വേഷിക്കണം അല്ലേ, നമ്മൾ അവരെക്കുറിച്ചൊക്കെ ചോദിക്കണം. അപ്പം കൈസി ഹോ അല്ലേ, എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ നിനക്ക്, മീര നീ സുഖമായിട്ടാണോ ഇരിക്കുന്നത്. കൈസി ഹോ, പഠായി കൈസി ചൽ റഹി ഹേ അല്ലേ, പഠായി അതായത് നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു. മീ അച്ചി തരഹ് പഠ് റഹി ഹോ, ഞാനിവിടെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. जैसे मैम ने बताया था हमारे ഗണിത മാസ്റ്റർ का नाम सुनते ही मैम कांब जाती हूँ അല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു കണക്ക് മാസ്റ്ററെ കുറിച്ച് അല്ലേ, ആ കണക്ക് മാസ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വിറയ്ക്കും എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ. കൽ ഏക്ക് ഘടന ഹുയി, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. വേ മേരി കാപ്പി ജാഞ്ച് രഹേദേ അല്ലേ, ആ മാസ്റ്റർ സുരേന്ദർ മാസ്റ്റർ എൻ്റെ കോപ്പി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേ മേരെ ബാൽ പക്കട്നെ ലഗേ, അദ്ദേഹം എൻ്റെ മുടിയിൽ ഇങ്ങനെ പിടിച്ചു. ലേക്കിൻ കാപ്പി മേം കോയി ഗൾത്തി നഹി ദി, പക്ഷെ കോപ്പി എഴുതിയതിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. അതഹ ഉനോനെ മുജെ ചോട് ദിയ, അതുകൊണ്ട് അദ്ദേഹം എന്നെ വിടുകയും ചെയ്തു. എൻ്റെ മുടിയിൽ ആദ്യം കയറി പിടിച്ചു, എന്നിട്ട് പിന്നെ മുടി വിടുകയും ചെയ്തു. മേം കാമ്പ് രഹീദി, ഞാൻ പേടിച്ച് വിറച്ചു പോയി. മുജെ ലഗാക്കി അഭി ഗിർ ജാവുങ്കിലേ, കൈയും കാലൊക്കെ വിറച്ചിട്ട് എനിക്ക് തോന്നി ഞാനിപ്പോൾ താഴെ വീണ് പോകുമോ എന്ന് എനിക്ക് തോന്നി. ഉനോനെ മേരി കാപ്പി മേരെ സീറ്റ് പർ ഫേങ്ക് ദിലെ, അദ്ദേഹം ആ കോപ്പി എൻ്റെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഫിർ അപ്പിനി ജഗഹ് പർ ബൈഠനെ കാ ആദേശ് ദിയ അല്ലേ, അതിനുശേഷം എൻ്റെ സീറ്റിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിർദ്ദേശം നൽകി. ഓ ബഹുത്ത് ഡർക്കർ ഹി ഉൻകെ ക്ലാസ് മേം ബൈഠത്തി ഹും അല്ലേ, വളരെ പേടിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. പാപ്പ ഓർ മമ്മാക്കോ പ്രണാം, അതായത് നിൻ്റെ മീരയുടെ അച്ഛനോടും അമ്മയോടും എൻ്റെ അന്വേഷണം പറയണം, എൻ്റെ നമസ്കാരം പറയണം. ചക്കു ക്യാ കഹ രഹാ ഹേ അല്ലേ, ചക്കു ആരായിരിക്കും, അപ്പോൾ മീരയുടെ സഹോദരിയോ അല്ലെങ്കിൽ ചെറിയ അനിയത്തിയോ അനിയനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അവരെയും നമ്മൾ അന്വേഷിക്കണം, വീട്ടിലുള്ളവരെയൊക്കെ അന്വേഷിക്കണ്ടേ. അപ്പം അച്ഛനെയും അമ്മയും അന്വേഷിച്ചു. ഇനി ചക്കു ക്യാ കഹ രഹാ ഹേ അല്ലേ, ചക്കു ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ലെറ്റർ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അവസാനം തുമാരി സഹേലി, നിൻ്റെ കൂട്ടുകാരി ബേല അല്ലേ, നിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ബേലയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ അത് ലെറ്റർ വൈൻഡപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഒരു ലെറ്റർ എഴുതുന്ന രീതി എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് ലെറ്റർ. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ലെറ്റർ എഴുതിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രോക്തി എന്ന് പറയുന്നത് വാർത്താലാപ ലേഖനാണ്. വാർത്താലാപ ലേഖൻ എങ്ങനെയാണ് നോക്കുക, അതായത് കോൺവെർസേഷൻ, രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണം എഴുതുക, അതാണ് വാർത്താലാപ. ഇതും ഒരു പ്രോക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വാർത്താലാപ തയ്യാറാക്കുന്നത്, കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. कलम में स्याही भरवाने के लिए साहिल और बेला दुकान पहुँचे। वहाँ पर दुकानदार के साथ हुई उनकी बातचीत लगी. കലം മേം സ്യാഹി ഭർവാനെ കേലിയിലെ പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി സാഹിലും ബേലയും കടയിൽ പോകുന്നു. അപ്പോൾ കടയിൽ ഉണ്ടായ ആ ഒരു കോൺവെർസേഷൻ, കടക്കാരൻ വേണം, ബേല വേണം, സാഹിൽ വേണം, 3 പേര് തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേല, ഏക്ക് പെൻ സ്യാഹി ഭർദോ, ഒരു പേന മുഴുവൻ മഷി നിറച്ച് തരൂ. അപ്പം ഇനി അടുത്തത് ആരാണ്, ദുക്കാൻദാർ. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ, അബ് തോ കൽ ഹി മിൽ പായെങ്കി അല്ലേ. മോളെ ഇവിടെ പേനയിൽ സ്യാഹി ബോട്ടൽ അത് അഭി അഭി ഖാലി ഹോ ഗയി ഹേ, ഇപ്പോൾ അവിടെ ഖാലിയാണ് അല്ലേ, മഷി ഇല്ല, തീർന്നു പോയിരിക്കുകയാണ്, സ്റ്റോക്ക് ഇല്ല. അബ് തോ കൽ ഹി മിൽ പായെങ്കിൽ നാളെയാണ് അത് കിട്ടുകയുള്ളൂ, പേനയിൽ മഷി നാളെ വരികയുള്ളൂ, ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ബേല പറയാണ്, ലേക്കിൻ ഇസിനെ तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया അല്ലേ. ബേല ലേക്കിൻ ഇസ്നെ, അയ്യോ, അപ്പോൾ ഇവൻ മീൻസ് ആരാണ്, സാഹിൽ പേനയിൽ ജോ സ്യാഹി ദി അവശേഷിച്ചിരുന്ന കുറച്ചു മഷിയും കൂടി ജമീൻ പർ ചിടക് ദിയ അല്ലേ, അയ്യോ നിലത്ത് ഒഴിച്ചു കളഞ്ഞല്ലോ. ദുക്കാൻദാർ ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാന ചാഹിയെ, അച്ഛാ കോൺസി മേം പഠിത്തേ ഹോ അല്ലേ, എന്താ കാർമേഘങ്ങൾ കണ്ടിട്ട് കുടം കമഴ്ത്തുന്നത് ശരിയല്ല. ശരി, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്, സാഹിൽ 5വീം മേം അല്ലേ, ഞങ്ങൾ
ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ദുകാൻദാർ, ധോനോ, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ബേല, हाँ दोनों, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. और हम दोनों का सेक्शन भी एक ही है ये. अब तो हम जाते हैं, സ്കൂൾ का समय हो गया അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, ഒരേ സെക്ഷനിലാണ്, എ സെക്ഷനിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഇനി വേഗം സ്കൂളിലേക്ക് പോട്ടെ, സ്കൂൾ സമയമായില്ലേ, സ്കൂൾ का समय हो गया है അല്ലേ? സ്കൂളിൽ ബെല്ലടിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് സമയമായി, ഞങ്ങൾ സ്കൂളിലേക്ക് പോകട്ടെ. ദുകാൻദാർ ठीक है चलो, ശരി നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ സംഭാഷണം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് അല്ലേ ഒരു കടക്കാരനും ബേലയും സാഹിലും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലേ, ആ ഒരു സംഭാഷണമാണ് നമ്മുടെ വാർത്താലാപ ലേഖനിൽ നമ്മളിവിടെ പഠിച്ചത്. ഇങ്ങനെയാണ് ഒരു വാർത്താലാപം തയ്യാറാക്കുന്നത്. അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഡയറിയാണ്. ഡയറി ലേഖൻ, എങ്ങനെ ഒരു ഡയറി എഴുതാം. 5वीं कक्षा के रिजल्ट का दिन बेला और साहिल की आखिरी मिलन थी. वे बहुत दुखी होकर घर गए. इस संबंध में बेला ने अपनी डायरी में क्या क्या लिखा होगा कल्पना करके लिखे. അപ്പോൾ 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. ബേലയും സാഹിലിൻ്റെയും അവസാന കൂടിക്കാഴ്ചയാണ്. അവർ രണ്ടുപേരും വളരെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ബേലയും പിന്നെ ഡയറിമേയും. അപ്പോൾ ആ ദിവസം ഇതിനെ സംബന്ധിച്ച് ബേല തൻ്റെ ഡയറി എഴുതുകയാണ് അല്ലേ. അപ്പോൾ ബേല എന്തൊക്കെയായിരിക്കും ആ ദിവസം വൈകുന്നേരം വളരെ വിഷമത്തോടെ സാഹിലിനെ അവസാനമായി പിരിയുകയാണ് അല്ലേ. ഇനി രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് വേറെ വേറെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവൾ എങ്ങനെയാണ് അന്നത്തെ രാത്രി അന്ന് ഡയറി എഴുതിയിട്ടുണ്ടാവുകയെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഡയറി. നമ്മുടെ ബുക്കിൻ്റെ ഒരു പേജ് ആണ്, ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ താരിഖ്, അതായത് ഡേറ്റ് എഴുതണം. ഈ ഭാഗത്ത് ഡേറ്റ് എഴുതണം. താരിഖ് എന്നല്ല എഴുതുക, ഡേറ്റ് അല്ലേ. ഇവിടെ ഡേറ്റ് എഴുതും. എന്നിട്ട് 5वीं का റിസൾട്ട് ആയ. അപ്പോൾ അവൾ എന്തൊക്കെയാണ് അന്ന് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. മേം ജീത്ത് ഗൈ. ഇവിടെ ഹലോ സുഖമാണോ എന്നൊന്നും വേണ്ട അല്ലേ. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ എന്താണോ അതങ്ങനെ എഴുതുകയാണ് നമ്മുടെ ഡയറിയിലേക്ക് അല്ലേ. അപ്പം 5वीं का റിസൾട്ട് ആയ, 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. മേം ജീത്ത് ഗൈ, ഞാൻ ജയിച്ചു. സാഹിലും ജയിച്ചു. ഹം റിപ്പോർട്ട് കാർഡ് ലേനെ ഗൈ, ഞങ്ങൾ റിപ്പോർട്ട് കാർഡ് വാങ്ങിക്കാൻ പോയിരുന്നു. അകലെ വർഷ ചടി മേം, ഇനി അടുത്ത വർഷം 6ാം ക്ലാസ്സിലേക്ക്. ലേക്കിൻ മേം കന്യാ പാഠശാല മേം സാഹിൽ അജ്മീർ മേം, ഞാൻ കന്യാ പാഠശാലയിലേക്കും സാഹിൽ അജ്മീറിലേക്കുമാണ്. യഹ് സഹിന് സഖീലെ, ഇതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ആംഖേം ബറായിലെ, കണ്ണുകൾ നിറയുന്നു. സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടിക്ക് തരഹലാൽ ഹോനയിലേക്ക് എത്തി. സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന നിറമുള്ളതായി മാറി. വേ ഭി ബർഗയിലെ, ആ കണ്ണുകളും നിറഞ്ഞു. മൻകോ ബഡ ആഘാത ലഗ, മനസ്സിൽ ഒരുപാട് വലിയ ആഘാതം സൃഷ്ടിച്ചു. ഹം അപ്പിനി രാഹിച്ചലെ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ 2 വഴിക്ക് ആയിപ്പോയി അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ 2 വഴിക്ക് നടന്ന് അകന്നു. ഇതാണ്, ഇങ്ങനെയാണ് ലെറ്റർ എഴുതുന്നത്. അപ്പം അത് ലെറ്റർ അല്ല, ഡയറി. എങ്ങനെയാണ് ഒരു ഡയറിയുടെ മോഡൽ. അപ്പം നിങ്ങൾ ഇതുപോലെ ഡയറിയും എഴുതി ശീലിക്കുക. അടുത്തതായിട്ട് ഭാഷാ കി ഭാത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാമർ സെക്ഷനാണ്. ഇതിൽ നമുക്ക് എന്താണെന്ന് പഠിക്കാനുള്ളത് നോക്കാം. നിമ്നലിഖിത വാക്യ പഠേ രേഖാങ്കിത് പരസർഗോം പർ ധ്യാൻ ദേ ഇൻകെ രൂപ അലഗ് അലഗ് ഹേ ക്യോ അല്ലേ. അതായത് കേ കീ കീലെ കാ കേ കീ ഇതൊക്കെയാണ് എന്ത് പരസർഗ് അല്ലേ. ഇതിൻ്റെ രൂപങ്ങൾ എങ്ങനെ കാ ആകുന്നു, കെ ആകുന്നു, കീ ആകുന്നു, എങ്ങനെയാണിത് ഓരോ സെൻറ്റൻസ് അനുസരിച്ചിട്ട് ഇതിന് രൂപത്തിൽ വ്യത്യാസം വരുന്നത്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ബേല കെ പാവ് അബീബി കാമ്പ് രഹേ ദേ. ബേല കെ പാവ് അബീബി കാമ്പ് രഹേ ഹേ. അപ്പോൾ ഇവിടെ കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ സ്യാഹി കി ബോത്തൽ അബി അബി ഗാലി ഹോ ഗയി ഹേ. സ്യാഹി കി ബോത്തൽ, അതായത് മഷി നിറച്ച ബോട്ടിൽ അബി അബി ഇപ്പോൾ ഖാലിയാണ്. അപ്പോൾ ഇവിടെ കീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാനി കി ബൂന്തേം അടക്കി ഹുയിദി അല്ലേ. പാനി കി ബൂന്തേം, വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി ഇരിക്കുന്നു. പാനി കി ബൂന്തേം, കീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഓരോ സെൻറ്റൻസിലും ഈ കാ കേ കീ അല്ലേ, അതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അത് എന്താണ് നമ്മളത് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ, ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാ കേ കീ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വിഭക്തി പ്രത്യയങ്ങളാണ് അല്ലേ. ഇൻ്റെ, ഉടെ, ഉള്ള, ലേ,
ലേ എന്നീ അർത്ഥങ്ങളാണ് ഈ പ്രത്യയങ്ങൾക്കുള്ളത് അല്ലേ. കാ, കേ, കി ഇത് വിഭക്തി പ്രത്യയങ്ങളാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡേ, ഉടേ, ഉള്ള, ലേ. ഡേ, ഉടേ, ഉള്ള, ലേ ഇതാണ് ഈ കാ, കേ, കിയുടെ അർത്ഥം. ഡേ, ഉടേ, ഉള്ള, ലേ എന്നൊക്കെ പ്രയോഗിക്കും. ഇനി ഇത് പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാ, കേ എന്ന് നോക്കാം. ഇത് ഒന്നാമത്തെ വാക്യത്തിൽ, അതായത് ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ചാണ് കാ, കേ, കി പ്രയോഗിക്കുന്നത്. അതായത് ലിംഗം എന്താണ്, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ, പിന്നെ വചനം ഏകവചനമാണോ ബഹുവചനമാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതിനനുസരിച്ചിട്ടാണ് കാ, കേ, കി പ്രയോഗിക്കുന്നത്. അപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന വാക്ക് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ പുല്ലിംഗമായിരിക്കണം, പിന്നെ ഏകവചനമാണെങ്കിൽ കാ എന്നും, പിന്നെ പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ പുല്ലിംഗമാണ്, അത് ബഹുവചനം പ്ലൂരലാണെങ്കിൽ കേ എന്നും, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ സ്ത്രീലിംഗമാണ്, ഏകവചന ബഹുവചനങ്ങൾക്ക് കി എന്നും. അപ്പോൾ സ്ത്രീലിംഗത്തിൽ ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും സ്ത്രീലിംഗം വന്നാൽ കി എന്നുമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ പുല്ലിംഗം ഏകവചനത്തിൽ കായും പുല്ലിംഗം ബഹുവചനത്തിൽ കേയും, സ്ത്രീലിംഗം ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും കീ എന്നും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ബേല കെ പാവ് അബി ഭി കാമ്പ് രഹേദേ. ബേല കെ പാവ് അല്ലേ, പാവിന് മുന്നിലാണ് കെ വന്നിരിക്കുന്നത്. ബേല ഒരു ഗേളാണ്, ഒരു പെൺകുട്ടിയാണ് അല്ലേ, അവൾ സിംഗുലറാണ്, ഒരാളാണ്, പിന്നെ അവൾ പേണാണ്. പക്ഷേ ഇവിടെ പാവാണ് നമ്മൾ നോക്കേണ്ടത്. പാവ് എന്ന് വെച്ചാൽ കാലാണ് അല്ലേ, പിന്നെ അത് പ്ലൂരലാണ്, 2 കാലുകളുണ്ട്, 2 കാലും വറക്കിയാണ്. അപ്പോൾ ബേലാക്കെ പാവ് അബീബി കാമ്പ് രഹേദേ, അതുകൊണ്ടാണ് പാവ് പ്ലൂരലായതുകൊണ്ട് അല്ലേ, ബഹുവചനമായതുകൊണ്ട് ഇവിടെ കെ എന്ന് വന്നിരിക്കുന്നത്. ഇനി സാഹി കി ബോത്തൽ, അബി അബി ഗാലി ഹോ ഗയി ഹേ ബോത്തൽ അല്ലേ, ഇതെന്താ സിംഗുലറാണ്, അപ്പം സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഇവിടെ കി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. പാനി കി ബൂന്തേം അടക്കി ഹുയീദി. പാനി കി ബൂന്തേം വെള്ളത്തുള്ളികൾ അല്ലേ, ഈ വെള്ളത്തുള്ളികൾ എന്താണ്, ഇത് സ്ത്രീലിംഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ കാ, കേ, കി എന്ന ഇതിന് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും. ഇതിൻ്റെ ഉദാഹരണമായിട്ട് രാജു കി ബഹൻ ഗാത്തി ഹെ. രാജു കി ബഹൻ ഗാത്തി ഹെ, രാജുവിൻ്റെ സഹോദരി പാടുന്നു. കണ്ടോ, രാജു കി ബഹൻ, ഇവിടെ രാജുവിനെ അല്ല നോക്കുന്നത്, ബഹൻ. ബഹൻ ആരാണ്, സഹോദരിയാണ്, അവിടെ സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് ഇവിടെ കി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഭരത് രാം കാ ബായി ഹെ, ഇവിടെ ഭരതൻ രാമൻ്റെ സഹോദരനാണ്. അപ്പോൾ രാം കാ ബായി അല്ലേ, ബായി എന്ന് പറയുന്നത് ആരാണ്, സഹോദരനാണ്, പുല്ലിംഗമാണ് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഖാ ഉപയോഗിച്ചിരിക്കുന്നത്. പുല്ലിംഗം ഏകവചനമാണ് അല്ലേ, ബായി ഒരാളാണ്, അതുകൊണ്ട് ഖാ ഉപയോഗിച്ചിരിക്കുന്നു. അനിൽ ഓർ അനൂപ്, ഇവിടെ 2 പേരുണ്ട് നോക്കണേ, അനിൽ ഓർ അനൂപ് അനിതാ കെ ഭായി ഹെ. അനിൽ ഓർ അനൂപ് അനിതാ കെ ഭായി ഹെ, അനിലും അനൂപും അനിതയുടെ സഹോദരന്മാരാണ്. അപ്പോൾ ഇവിടെ ഭായി എന്ന് പറയുമ്പോൾ ഈ ഭായി അനിലിനെയും അനൂപിനെയും ഉൾക്കൊള്ളുന്ന 2 പേരെയാണ് ഈ ഭായിയിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഇവിടെ ഇത് പ്ലൂരലാണ് അല്ലേ, ബഹുവചനമാണ്. ബഹുവചനമായതുകൊണ്ടാണ് ഇവിടെ കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭായി അനിലും അനൂപും 2 പേരെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇത് ബഹുവചനമായതുകൊണ്ട് ഇവിടെ കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കി എങ്ങനെ വന്നു, കാ വന്നത്, കെ വന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ അതിൻ്റെ ആ ഒരു റൂള് ഒന്നുകൂടി വായിക്കാം. പുല്ലിംഗം ഏകവചനമാണെങ്കിൽ കാ എന്നും, പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ കെ എന്നും, സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ ആയിക്കോട്ടെ അത് കി എന്നും പ്രയോഗിക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ റൂൾ. അപ്പോൾ കാ, കേ, കി എന്ന വിഭക്തി പ്രത്യയങ്ങൾ സെൻറ്റൻസിൽ വരുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ അത് രൂപം അലഗ് അലഗ് ഹേലെ, അതിൻ്റെ രൂപം മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സെൻറ്റൻസിലും അതിൻ്റെ സ്ത്രീലിംഗം ഏകവചനമാണോ ബഹുവചനമാണോ, അത് സ്ത്രീലിംഗം ഏകവചനമായാലും ബഹുവചനമായാലും കീ തന്നെയാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ
പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ഖ എന്നും, പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ കെ എന്നും, സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ ആയാലും കി എന്നും ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അനുബന്ധ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.